അതിൻ്റെ ഇടയിലുണ്ട് തൊട്ട ബാക്കിൽ നിന്ന് ഭയങ്കര സൗണ്ടും എൻ്റെ വണ്ടിയിൽ ഒരുത്തം വന്ന് ഇടിക്കുന്നു. അവൻ കൊണ്ടുവന്നിട്ട് എൻ്റെ മേലെ ചാർത്തി. ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ ഗ്യാപ്പ് എടുത്ത് ഞാനൊരു തിരിച്ചു വരവൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. ആ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ. ആകെ 1.75 lakhs. പക്ഷേ ഒന്നും കാണാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് എടുത്തു. പക്ഷേ അവരൊരു വണ്ടിയുടെ ബാക്കിൽ ഒളിച്ച് നിൽക്കുകയായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെല്ലെ സീക്രട്ടായിട്ട് ഞാൻ കൊടുത്ത ആ 200 രൂപ നൈസായിട്ട് എനിക്ക് തിരിച്ച് കയ്യിൽ തന്ന്, ആരും കാണാത്ത രീതിയിൽ. എൻ്റെ മോനെ സീനായിരുന്നു അത്. എനിക്കാണെങ്കിൽ ചിരി വന്നിട്ട്. $200 लुक में अमीर है भाई, एक्चुअली गरीब है. വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇറ്റ്സ് 2025 നൗ. മുന്നത്തെ വ്ളോഗ് ഇട്ടിട്ടുള്ളത് 2024 ഐ നോ ദർ ഇസ് എ ഗ്യാപ്പ്. ഇപ്പോൾ നമ്മൾ വ്ളോഗ് ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്. നിങ്ങൾക്ക് ഈ ട്രാഫിക്കും റഷൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും ബാംഗ്ലൂരാണെന്ന്. നിങ്ങൾ ഈ വീഡിയോൻ്റെ ടോപ്പിക്ക് കണ്ടല്ലോ, വാട്ട് ഹാപ്പൻ ടു അവർ വ്ളോഗ്സ്. സംതിങ് ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ്. ഞാൻ ഇങ്ങോട്ട് റീലൊക്കേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കന്നഡികയാണ്. കുറച്ച് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള റീസൺസ് കൊണ്ടാണ് ഇങ്ങോട്ട് മാറിയിട്ടുള്ളത്. ഇപ്പോൾ 4-5 മാസമായിട്ട്, 5 മാസമായിട്ടില്ല 4 മാസമായിട്ട് ഇവിടെ തന്നെയാണ്. എന്നും രാവിലെ ഈ ട്രാഫിക്കിൽ വന്ന് പെടും. അങ്ങനെ പെട്ട് എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചേരും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഗ്രീൻ ലൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ റൂൾസൊക്കെ ഒരു കഥയാണ്. ഇവിടെ ഇത്ര കാലം ഗ്യാപ്പ് എടുത്തിട്ട് എന്തുകൊണ്ട് ഇപ്പോൾ ഫെബ്രുവരിയിൽ ഒരു വ്ളോഗ് ഇടുന്നു എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ലൈഫിലെ കുറച്ച് കരിയർ ഡെസിഷൻസ് കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് എടുക്കേണ്ടി വന്നത്. ഞാൻ യൂട്യൂബിൽ നിന്ന് കുറച്ച് കാലം വിട്ടു നിന്നു. കുറച്ച് ബുദ്ധിമുട്ടുള്ള ഫേസസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് റീലൊക്കേറ്റ് ആവുന്നതിന് തൊട്ട് മുന്നേ എൻ്റെ ഗോപ്രോ വ്ളോഗിങ് സെറ്റപ്പും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സെയിലാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമെന്ന് വിചാരിച്ചതല്ല. ബട്ട് ആഫ്റ്റർ 4 months ഞാനിപ്പോൾ പുതിയ ക്യാമറ എടുത്തിട്ടുണ്ട്. Insta360 Ace Pro 2 ആണ്. അതായത് എനിക്ക് ആൾറെഡി ഗോപ്രോ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു സൊല്യൂഷൻ എന്നുള്ള നിലക്കാണ് ഈ ഒരു ക്യാമറ എടുത്തിട്ടുള്ളത്. ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. എൻ്റെ പർപ്പസിന് നോക്കിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളൊരു ക്യാമറയാണ്. പോലീസ് ഇന്നലെയും കൂടെ വന്ന് പെട്ടിട്ടുള്ളൂ. അതിൻ്റെ കഥ ഞാൻ നൈറ്റ് റിട്ടേൺ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. പോലീസുകാർ ഇവിടുത്തെ സീനാണ്. നല്ല രസമുള്ളൊരു കഥ കേൾക്കാം നിങ്ങൾക്ക്. ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന Insta360 Ace Pro 2ൻ്റെ ആക്ഷൻ വ്യൂവിലാണ്. 4K 25 FPS ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അതിൽ ഇപ്പോൾ ND ഫിൽറ്ററും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. അതൊക്കെ വരുന്നുണ്ട്. പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. സോ അതിൻ്റെ ഒരു ഡിലേ ഉണ്ട്. ഇവിടെ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ടൈം ഷെഡ്യൂളും ടൈം മാനേജ്മെൻറ്റും ഒക്കെ ഭയങ്കര പ്രശ്നമാണ്. കണ്ടല്ലോ, ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. നല്ല ബ്രേക്ക് ഇല്ലെങ്കിൽ ഇവിടെ പ്രശ്നമാണ്. നല്ല ബ്രേക്ക് ഉണ്ടായാലും ഇവിടെ പ്രശ്നമാണ്. ഫസ്റ്റ് വീക്ക് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇവിടുന്ന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. എന്താ സംഭവം എന്ന് പറയുമോ? ഞാൻ ഈ ട്രാഫിക്കിൽ നേരെ വന്നിട്ട് നിർത്തി. നമ്മൾ ഒബ്വിയസ്ലി ഞാൻ മുന്നിലായിരുന്നു. ഞാൻ മുന്നിലെത്തിയപ്പോഴേക്ക് ട്രാഫിക് റെഡായി. ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. ഇതുപോലെ അല്ലെങ്കിലും ഞാൻ ഫസ്റ്റ് എടുത്തിട്ട് കയറിപ്പോയി. ഞാൻ അത്യാവശ്യം സ്പീഡിലാണ് കയറിപ്പോയി. ഒരു 80, 90, 100 ഒക്കെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഓരോ പ്രശ്നങ്ങൾ. സീനാണ്. ഇവിടെ സൂക്ഷിച്ചും കണ്ട് ഓടിച്ചിട്ടില്ലെങ്കിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഇങ്ങനെ ഞാൻ എടുത്തിട്ട് കയറിപ്പോയി. ഒരുത്തന് എന്ത് ചെയ്ത്, ഞാൻ ഫസ്റ്റ് ട്രാഫിക്കിൽ നിന്ന് എടുത്തിട്ട് കയറിപ്പോയത് കണ്ടപ്പോൾ ഇവനും എൻ്റെ തൊട്ട ബാക്കിൽ പിടിച്ചു. അത് പൾസർ 150 ആണ്. എനിക്കൊരു വണ്ടിനോട് ഒന്നും വിരോധമൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ വണ്ടിനിപ്പോൾ അത്രയും സ്പീഡിൽ കയറി കഴിഞ്ഞാലും ഇവിടെ ഈ ഒരു പോട്ടോൾ കണ്ടോ, ഇവിടെ ഈ പോട്ടോളിൻ്റെ തൊട്ട് മുന്നിലെത്തിയപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്തു. കാരണം എൻ്റെ വണ്ടി നിൽക്കുന്നുള്ളത് എനിക്കറിയാം. ഞാൻ അതിനുള്ള ബ്രേക്കിംഗ് സെറ്റപ്പ് എല്ലാ സാധനങ്ങളും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ബ്രേക്ക് ചെയ്ത്, എനിക്ക് ഇടത്തോട്ടും വലത്തോട്ടും നീങ്ങാനുള്ള സ്പേസ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ അതിൻ്റെ മുന്നിൽ വെച്ച് ബ്രേക്ക് ചെയ്ത് നിർത്തി. പോട്ടോളും മെല്ലെ പതുക്കെ കവർ ചെയ്തു. അതിൻ്റെ ഇടയിലുണ്ട് തൊട്ട ബാക്കിൽ നിന്ന് ഭയങ്കര സൗണ്ടും എൻ്റെ വണ്ടിയിൽ ഒരുത്തം വന്ന് ഇടിക്കുന്നു. അവൻ കൊണ്ടുവന്നിട്ട് എൻ്റെ മേലെ ചാർത്തി. ഞാൻ ബ്രേക്ക് ചെയ്ത സമയത്ത് അവന് അത്രയും സ്പീഡിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് അവൻ വീണ് കിടക്കുന്നത് കണ്ടിട്ട് എനിക്ക് സങ്കടമായിട്ട് ഞാൻ നിർത്തി കൊടുത്ത് ഞാൻ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. അങ്ങനെ ഓരോ ഇഷ്യൂസൊക്കെ ഉണ്ടായി. അത് ചെയ്തതിന് തന്നെ എന്നെ ഓരോരുത്തർ വേണ്ടപ്പെട്ട ആൾക്കാർ എന്നെ വിളിച്ചിട്ട് ചീത്ത പറഞ്ഞു. ഇവരൊന്നും അതിനൊന്നും ചെയ്യാൻ നിൽക്കരുത്, നമ്മളെ പെടുത്തും, നമ്മളെ ലൂട്ട് ചെയ്യും എന്നൊക്കെയുള്ള അങ്ങനത്തെ ഓരോ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട്. പക്ഷേ എന്നാലും ഞാൻ ചെയ്തു. അവരൊരു മാന്യനായിരുന്നു. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തടി തപ്പി.
അതിലൊരു കോമൺ സെൻസ് ഇല്ലാത്ത കാര്യം എന്ന് വെച്ചാൽ അവൻ്റെ വണ്ടി ആ ഒരു സ്പീഡിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ ആ സ്പീഡ് എടുക്കാൻ പാടില്ലായിരുന്നു. ജസ്റ്റ് 80-90 പൾസറിൻ്റെ ജസ്റ്റ് നോർമൽ ബ്രേക്കൊക്കെ വെച്ചിട്ട് നിൽക്കില്ല, വണ്ടി നിൽക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കേസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് സൈഡിൽ കൊണ്ടുവന്നിട്ട് കുത്തി നിർത്തും. അവരോട് എന്തെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റിട്ടേൺ ഡയലോഗ് ഉണ്ടാവും. കാരണം KL നമ്പർ പ്ലേറ്റ് ആണ്, നമുക്ക് കാര്യമായിട്ടൊന്നും പറയാനും പറ്റില്ല. പിന്നെ ബാക്കിയൊക്കെ സോറി പറഞ്ഞിട്ട് ഒഴിവാക്കും. പിന്നെ കുറേയൊക്കെ വെട്ടിച്ചും കുത്തിച്ചും ഒക്കെ ഇങ്ങനെ 3-4 മാസമായിട്ട് ഇവിടെ സർവൈവ് ചെയ്ത് പോകുന്നുണ്ട്. ജീവൻ പോയിട്ടില്ല. നല്ല രസമാണ് എന്തായാലും. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു നന്ദി ഹിൽസ് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോകുന്ന വഴിക്ക് കുറച്ച് വീഡിയോസ് എടുത്തു. എൻ്റെ വ്ളോഗിങ് സെറ്റപ്പ് ഒന്നും ആ നേരത്ത് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. മൈക്കില്ലായിരുന്നു, പിന്നെ മൗണ്ടൊന്നും കറക്റ്റ് ഇല്ലായിരുന്നു. അതായത് ഇത്തിരി ടാങ്കിൻ്റെ ഭാഗമാണ് കൂടുതലായിട്ട് കണ്ടിരുന്നത്. സോ ഞാൻ അത് എവിടെയും പോസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല, എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ മാത്രം ഉണ്ടാവും. എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഗ്യാപ്പ് എടുത്തിട്ടുള്ളതെന്ന്, എന്തുകൊണ്ടാണ് എൻ്റെ ഈ ട്രാൻസിഷൻ ഒന്നും മനസ്സിലാവും. ജസ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്യുക. എന്നും ഇതുപോലെ ഇങ്ങനെ ട്രാഫിക്കിൽ വന്ന് നിന്ന് സമയം കളഞ്ഞ് വർക്കിന് പോകും. അതാണ് ഇപ്പോഴത്തെ റുട്ടീൻ. ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ ഗ്യാപ്പ് എടുത്ത് ഞാനൊരു തിരിച്ചു വരവൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. ആ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ. ആകെ ഒരു മന്ദപ്പ് പിടിച്ചൊരു അവസ്ഥയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഓരോരുത്തർ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജൊക്കെ അയക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പിന്നെ കണ്ടൻസൊക്കെ ഇട്ട് തുടങ്ങി, വീണ്ടും തുടങ്ങി. അങ്ങനെ ഇതായപ്പോൾ വ്ളോഗ്സൊക്കെ ഓരോരുത്തർ ചോദിച്ച് മെസ്സേജ്. അപ്പോഴൊക്കെയാണ് എനിക്ക് ശരിക്കും ഈ ലൈഫൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇനിയിപ്പോൾ വലിയ വ്യൂസ് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ച് കാണുന്ന വീഡിയോസ് വരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അത് കാണുന്ന ആൾക്കാരുണ്ട്. കുറച്ച് 10-20 പേരാണെങ്കിൽ 20, 1000 പേരാണെങ്കിൽ 1000. പക്ഷേ ആ വ്യൂസിലൊന്നും ഞാൻ ശരിക്കും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. എന്തെങ്കിലും അതിലൊക്കെ കാണുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി. എനിക്ക് ഈ ലൈഫൊക്കെ മിസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സമയത്താണ് വീണ്ടും ക്യാമറ വാങ്ങിക്കാം, കുറച്ച് പൈസ സ്പെൻഡ് ആയാലും കുഴപ്പമില്ല, ഏറ്റവും ബെസ്റ്റ് സാധനം തന്നെ എടുക്കാം, നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി കണ്ടൻസ് ഇവിടെ പ്രസൻറ്റ് ചെയ്യാമെന്നുള്ള നിലക്ക് ക്യാമറ ഒക്കെ എടുത്ത് വീണ്ടും വ്ളോഗിങ് തുടങ്ങി. ഇപ്പോൾ ഇവിടെ എന്തായാലും ഒരു ജീവൻ മരണ പോരാട്ടമാണ്. എന്നും വർക്കിന് പോകുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുഴിയിലൊന്നും ചാടാതെ എത്തണം. 1.75 lakhs. आज it's 2 lakhs. ഇവിടെയുള്ള ചില ആൾക്കാർ നമ്മളെ നാട്ടിലെ കുട്ടികളെ പോലെ കളിയൊക്കെ ഇല്ല കേട്ടോ. ജസ്റ്റ് അവർക്ക് കൗതുകം കുറച്ച് കൂടുതലാണ്. അതായത് ഇങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോഴും നമ്മൾ വ്ളോഗ് ചെയ്യുന്ന കാണുമ്പോഴും ഇതൊന്നും ഇവരുടെ ലൈഫിൽ അങ്ങനെ നോർമലായിട്ടുള്ള സംഭവമല്ല. നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ അധികം എല്ലാവരും വ്ളോഗേഴ്സാണ്. ഇവിടെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരതിൻ്റെ ക്യൂരിയോസിറ്റി കാണിക്കും. ഇത് ക്യാമറ ആണോ, ഇതെന്താ സാധനം, അതെന്താ സാധനം, വണ്ടിക്ക് എത്ര വില ഉണ്ട്, അങ്ങനെ. ഇപ്പോൾ പെട്രോൾ പമ്പിൽ കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞാൽ ഓരോരുത്തർ ഇങ്ങനെ വന്നിട്ട് നോക്കിപ്പോവും. നമ്മൾ ആ വണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഇതൊരു 200cc, നത്തിങ് മച്ച് ടു ലുക്ക് അപ്പോൺ. ബട്ട് ഇതും ഡ്രീമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഈ സ്ഥലമൊക്കെ അടിപൊളിയാട്ടോ, നല്ല റോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം. ഇത് സിംഗയ്യ എന്ന പാളയം. എനിക്ക് വൈറ്റ് ഫീൽഡ് റൂട്ടിലാണ് ഇന്ന് വർക്കിൻ്റെ കാര്യമായിട്ട് പോകാനുള്ളത്. സോ ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് നൈറ്റ് പറയാം. ഓക്കെ, അങ്ങനെ നൈറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് നേരം ട്രാഫിക്കിലൊക്കെ നിന്ന് ആകെ വലിഞ്ഞ് ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പോൾ ഇവിടെയൊക്കെ എത്തിയിട്ടുള്ളത്. ഞാൻ തിരിച്ച് എൻ്റെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇന്നൊരു കഥ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റണ്ണിങ് ഷോട്ട്സിൻ്റെ ഒപ്പം എൻ്റെ ഈ കഥ ഇങ്ങനെ കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നോ, ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഇന്ദിരാനഗറാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ഓരോ റോഡുകളൊക്കെ ചില സ്ഥലത്തൊക്കെ വൺ വേ ഉണ്ട്. അപ്പോൾ ആ വൺ വേ ഉള്ള റൂട്ടിൽ രാവിലെ ഞാൻ അതിലാണ് പോകുന്നത്. അപ്പോൾ ഓക്കെയാണ്, കാരണം ഒരു സൈഡിലോട്ട് ഓക്കെയാണ്, മറ്റേ സൈഡിലോട്ട് പോകാൻ പാടില്ല. ഞാൻ പിന്നെ രാത്രി എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ റൂട്ട് പതുക്കൊന്ന് പിടിച്ചു. ഞാൻ ഒന്ന് നിർത്തിയിട്ടൊക്കെ സ്ലോ ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നു ആരെങ്കിലും പോലീസൊക്കെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ. പക്ഷേ ഒന്നും കാണാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് എടുത്തു. പക്ഷേ അവരൊരു വണ്ടിയുടെ ബാക്കിൽ ഒളിച്ച് നിൽക്കുകയായിരുന്നു. ഞാൻ അവിടെ അടുത്തെത്തിയപ്പോഴേക്ക് അവരെന്നെ കൈ കാണിച്ച് സൈഡാക്കിച്ചു. ഫുള്ള് കോമഡി രംഗങ്ങളാണ്. എന്നിട്ട് വിളിച്ച് വരുത്തിയിട്ട് ആദ്യം വണ്ടിയുടെ കീ ഊരി, പിന്നെ ഒന്നും ചെയ്യാമെന്നില്ല, എന്തായാലും പിടിച്ചല്ലോ. ഞാൻ അപ്പം തന്നെ ഇമാജിനറി ആയിട്ട് ഒരു 500 രൂപ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ഇമാജിനറി ആയിട്ട് ഡിഡക്റ്റ് ചെയ്തു. കാരണം ഞാൻ ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ആൾറെഡി പോയി കഴിഞ്ഞാൽ പിന്നെ വിഷമമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അത് ഡിഡക്റ്റ് ചെയ്തിട്ട് അയാളുടെ അടുത്തേക്ക് ചെന്ന്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, അതായത് അയാൾ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. കാരണം ഞാൻ എൻ്റെ കേരള രജിസ്ട്രേഷൻ എൻ്റെ സ്കൂട്ടറായിരുന്നു, ഈ ബൈക്കല്ല. അപ്പോൾ
അയാൾ എന്താണ് ഇങ്ങനെ ഇത് ചെയ്യാൻ പാടില്ല, റോള് തെറ്റിച്ച് ഞാൻ FIR ഇടാൻ പോവാണ്, ലൈസൻസ് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഞെട്ടിക്കാൻ നോക്കി. ഞാൻ ലൈസൻസ് കൊടുത്ത് പിന്നെ അയാൾ അമ്പിനും വില്ലിനും എടുക്കുന്നില്ല, അയാൾ FIR ഇടും, കേസാക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ സാറേ അതൊന്നും ചെയ്യല്ലേ സാർ, നമ്മൾ കയ്യും കാലും പിടിച്ച് നോക്കുന്നതില്ലേ, അതൊന്നും ചെയ്യല്ലേ സാറേ, ബ്ലാക്ക് മാർക്ക് ഇടല്ലേ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പറൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു വെബ് ആപ്ലിക്കേഷനിൽ. എന്നിട്ട് അയാളെടുത്ത് കയ്യും കാലും പിടിച്ച് നോക്കി എന്താ ചെയ്ത് തരണം, ഒഴിവാക്കി വിടണം എന്നൊക്കെ ഞാൻ ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ തപ്പി പിടിച്ചിട്ടാണ് ഈ പറയുന്നത്. എൻ്റെ ഹിന്ദി ഒന്നും നൈസല്ല, എൻ്റെ ഹിന്ദിയൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ മറ്റേ 4ാം ക്ലാസ് ഹിന്ദിയാണ്, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അയാൾ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല, ഞാൻ ഫൈൻ ഇടാൻ പോവാണ്, ഞാൻ പറഞ്ഞു എന്തെങ്കിലും കുറച്ച് തരണം എന്ന് പറഞ്ഞു. എന്നാൽ എത്ര തരും എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി, എത്ര കുറക്കണം എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ എന്താ വെച്ചാൽ എൻ്റെ പേഴ്സിൽ നിന്ന് ഞാൻ ലൈസൻസ് എടുത്ത് കൊടുക്കുന്ന സമയത്ത് അയാൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പൈസ ഇല്ലയെന്ന്. ഞാൻ പിന്നെ ഒളിപ്പിച്ച് വെച്ച ഒരു 500 രൂപ മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അയാളോട് പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല സാറേ, ഞാൻ GPay ചെയ്ത് തന്നാൽ മതിയോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അയാളുടെ നമ്പറിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അയാൾ പറഞ്ഞു GPay ഇല്ല, അവിടെ അടുത്ത് ATM ഉണ്ട്, അതിൽ പോയിട്ട് എടുത്തു തരാൻ. അങ്ങനെ ആ പ്ലാനും പൊളിഞ്ഞ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫ്രണ്ട് ഇവിടെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് പോയി. അവിടുന്ന് ഈ ഉടായ്പ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി 500 കൊടുക്കാനുള്ള വകുപ്പില്ല, ഒരു 100-200 കൊടുത്തു കഴിഞ്ഞാൽ മെല്ലെ പോരും എന്നുള്ള ഇത് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ 200 രൂപ എടുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് അയാൾക്ക് മെല്ലെ സീക്രറ്റായിട്ട് കൊടുത്തു. അയാൾ എൻ്റെ വണ്ടിയുടെ ചാവി തന്നിട്ടോ, ചാവി എന്നിട്ട് പോയി വരാൻ പറഞ്ഞു. കാരണം ലൈസൻസ് അയാളെടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തിരിച്ചു വരുന്ന അയാൾക്ക് അറിയാം. അപ്പോൾ തിരിച്ച് വന്നപ്പം തന്നെ അയാൾ അന്തം വിട്ടാണ് നോക്കുന്നത്. ഞാൻ തിരിച്ചു വരുന്ന അയാൾ വിചാരിച്ചിട്ടില്ലാത്ത പോലെ അയാൾ നോക്കിയിട്ട് നീയാന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്ന് പൈസ മെല്ലെ വാങ്ങിച്ചു. എന്നിട്ട് ഇനി ഇതൊന്നും മേലാ റിപ്പീറ്റ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിട്ട്. ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഏതായാലും 500 വിചാരിച്ചു കൊടുത്ത് 200 പോയിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ വണ്ടിയുടെ അടുത്തോട്ട് പോന്നു. പിന്നെ എനിക്ക് ഈ സംഭവം ഒന്ന് സ്റ്റോറി ഇടണമെന്ന് തോന്നി, ജസ്റ്റ് ഒരു തോന്നൽ വന്നാണ്. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു പിക്ചർ എടുത്തു. ആ പിക്ചർ എടുക്കുന്ന സമയത്താണ് ആകെ പ്രശ്നമായത്. ഞാൻ അൾട്രാ വൈഡിലാണ് എടുത്ത്, അയാളുടെ നേരെ ചൂണ്ടിയിട്ട് കൂടെ ഇല്ല, ജസ്റ്റ് ഫോൺ ഒരു ചെറിയൊരു ആംഗിളിൽ പിടിച്ചിട്ട് ഞാൻ ഒരു പിക്ചർ എടുത്താൽ. അത് നൈറ്റ് മോഡ് ആയതുകൊണ്ട് എനിക്കൊരു 2-3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് അങ്ങനെ പിടിക്കേണ്ടി വന്നു. അയാൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും ഫോട്ടോ എടുക്കാൻ നോക്കുകയാണ്. അയാൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്താ ചെയ്യണത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു ഗാലറിയൊക്കെ മാറ്റിയിട്ട് ഞാൻ നേരെ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഞാൻ അത് കാണുന്ന രീതിയിലാക്കി കൊടുത്തു. ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സാർ, അപ്ലോഡ് ചെയ്ത വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞാണ്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ അതിലെ വീഡിയോയിൽ ഞാൻ നന്ദി ഹിൽസ് പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസാണ്. അപ്പോൾ ഇത് എവിടെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ നന്ദി ഹിൽസാണ്, അവിടെ പോകുന്ന വഴിക്കാണ്. അപ്പോൾ അയാൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി, എൻ്റെ പ്രൊഫൈലും കണ്ട് ഇത് നന്ദി ഹിൽസ്, ഇത് എൻ്റെ വണ്ടിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. എൻ്റെ വണ്ടിയാണോ, എന്താ ചെയ്യുന്നത്, അവസാനം ചോദിച്ചു നിങ്ങൾ യൂട്യൂബറാണോ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അപ്പോൾ അയാളുടെ മുഖം ഒരു തെളിച്ചം കാണണമായിരുന്നു. എൻ്റെ മോനെ സീൻ. അയാൾ ചിരിച്ചിട്ട് എന്നാ ആദ്യം പറയേണ്ടതെന്നുള്ളത് ഇതൊക്കെ അയാൾ ഹിന്ദിയിലും ഒക്കെയാണ് സംസാരിക്കുന്നത്. എനിക്ക് ഹിന്ദി കേട്ടാൽ കുറച്ചൊക്കെ മനസ്സിലാവും. അപ്പോൾ അത് ഞാൻ തർജ്ജമ ചെയ്ത് മലയാളത്തിൽ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരുന്നെന്നുള്ളൂ. അപ്പോൾ എന്നാൽ ആദ്യം പറയണ്ടേ, എനിക്ക് യൂട്യൂബേഴ്സിനൊക്കെ വലിയ ഇഷ്ടമാണ്, എനിക്ക് ഇതൊക്കെ ഭയങ്കര താല്പര്യമാണ്. യൂട്യൂബേഴ്സ് ആണെന്ന് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു, പെട്ടെന്ന് എനിക്ക് പോവായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാനാണെങ്കിൽ ഫുള്ള് വേറൊരു മൂഡായിരുന്നു. കാരണം ഞാൻ ഇത്ര നേരം താഴ്മയോടെ നിന്നിരുന്ന ആൾ ഇങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇത് അയാളെ കുറ്റപ്പെടുത്താനൊന്നും അല്ല കേട്ടോ, ബട്ട് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ളൊരു സിറ്റുവേഷനായിരുന്നു അത് കണ്ടിട്ടാ. അതിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചാലോ, ഞാൻ ആക്സിസിൻ്റെ ഹെൽമെറ്റ് ഇട്ടിരുന്നു, അതിൽ ഇൻ്റർകോം ഓണായിരുന്നു. അതിൽ ജസ്റ്റ് ഓണാക്കിയിട്ടാൽ തന്നെ അതിൻ്റെ ലൈറ്റ് ഇങ്ങനെ ഫ്ലാഷ് ചെയ്യും, നീല ലൈറ്റാണ്. അപ്പോൾ അത് ഫ്ലാഷ് ചെയ്യുന്ന കണ്ടിട്ട് അയാൾ വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ല എന്ന് പറഞ്ഞു, ജസ്റ്റ് ഇൻ്റർകോമാണ്, അതാണ് നിങ്ങളുടെ അടുത്തുള്ള ഇൻ്റർകോം ഇല്ല അതുപോലത്തെ സാധനമാണെന്നൊക്കെ പറഞ്ഞാണ്ട് മെല്ലെ മെല്ലെ തടിയൂരി പോകുന്നതാണ്. പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ ആ വീഡിയോ ഇതൊക്കെ കണ്ടതിന് ശേഷം യൂട്യൂബ് എങ്ങനെ വീഡിയോസ് എടുക്കുന്നതെന്നൊക്കെ ചോദിച്ച്, ഒക്കെ ക്യാമറയിലാണോ, ഇതിൽ ക്യാമറ ഉണ്ടോ എന്നൊക്കെ അയാളിങ്ങനെ തലങ്ങും തിരിഞ്ഞ് നോക്കി ഹെൽമെറ്റിൽ. പക്ഷേ ഞാൻ ആ സമയത്ത് ക്യാമറ മൗണ്ട് ചെയ്തിട്ടൊന്നുമില്ല, അതിൽ ക്യാമറ ഇല്ല, ജസ്റ്റ് ഹെൽമെറ്റും ആ ഇൻ്റർകോമും മാത്രം. ഒന്നുമില്ല, പേടിക്കാനൊന്നുമില്ല സാറ്, ക്യാമറ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ എന്നിട്ട് എന്ത് ചെയ്തു എന്നൊക്കെ പറഞ്ഞാണ്ട് എന്നെ അപ്പുറത്തുള്ള ഓഫീസറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അയാളെടുത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ പറഞ്ഞു, പെരിയ യൂട്യൂബ് എന്തോ പറഞ്ഞ്, വലിയ യൂട്യൂബറാണ് ഇവന്, ഇത് ആദ്യം പറഞ്ഞാൽ മതിയായിരുന്നു, ഇവന് ഇതിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു, നൈസാണ്, ഇവൻ്റെ വീഡിയോസൊക്കെ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്ക് പ്രൊഫൈലും ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ള് സീൻ രംഗങ്ങളായിരുന്നു.
എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെല്ലെ സീക്രറ്റായിട്ട് ഞാൻ കൊടുത്ത ആ 200 രൂപ നൈസായിട്ട് എനിക്ക് തിരിച്ച് കയ്യിൽ തന്ന്, ആരും കാണാത്ത രീതിയിൽ. എൻ്റെ മോനെ സീനായിരുന്നു അത്. എനിക്കാണെങ്കിൽ ചിരി വന്നിട്ട്, ഞാനാണെങ്കിൽ ആ 200 രൂപ പോയി എന്നുള്ള നിലക്ക് ഒഴിവാക്കി വിട്ട സംഭവമാണ്. Insta360 Ace Pro 2 മാനുവൽ മോഡിലാട്ടോ ഞാൻ എടുക്കുന്നത്. ഇത് ഷട്ടറും കാര്യങ്ങളൊക്കെ മാനുവലാണ്, ഓട്ടോമാറ്റിക് അല്ല. ഒരു റോഡൊക്കെ ഭയങ്കര സീനാണ്. ഞാൻ വൈസർ തുറന്നിട്ട് ഓടിക്കുന്നതുകൊണ്ട് ഭയങ്കര വിൻഡ് നോയ്സ് ഉണ്ടാവും. എൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് ഇപ്പം തന്നെ പൊടിയുണ്ട്. സീൻ. ഇവിടെ നല്ല റോഡുകളുണ്ട്, പക്ഷേ ഇടയ്ക്ക് ഓരോ കുഴികളും എന്നൊക്കെ വന്നിട്ട് പെടും. നിങ്ങൾക്ക് നല്ല മോഷൻ ബ്ലർ കിട്ടുന്നുണ്ടാവും. ഞാനിതിൽ Ace Pro 2 ഒരു നൈറ്റ് മോഡ് ഉണ്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്യുവർ വ്യൂ വീഡിയോ മോഡ് എന്ന് പറഞ്ഞിട്ട്. അതല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മാനുവൽ കൺട്രോൾ കിട്ടില്ല. ഷട്ടർ സ്പീഡിൻ്റെ മാനുവൽ കൺട്രോൾ കിട്ടണമെങ്കിൽ നോർമൽ വീഡിയോയിൽ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അതിലാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ബെസ്റ്റ് ലോ ലൈറ്റ് പെർഫോമൻസ് ഒന്നും ആയിരിക്കില്ല, പക്ഷേ നല്ല നൈസായിട്ടുള്ള സിനിമാറ്റിക് മോഷൻ ബ്ലർ ഇതിൽ കിട്ടും. അതുകൊണ്ടാണ് ഇതിൽ റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ ഇതിൻ്റെ ബാക്കി സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇയാൾ എന്നിട്ട് പൈസ തിരിച്ചു തന്നല്ലോ. അപ്പം ഞാൻ അയാളോട് ഓരോന്ന് പറഞ്ഞ് കമ്പനി അയാൾ എന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോളോ ചെയ്ത് പോരുന്നതിന് തൊട്ട് മുന്നേ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, എന്തായാലും 200 രൂപ പോയി എന്ന് വിചാരിച്ച പൈസയാണ്. അതിൽ നിന്ന് മെല്ലെ 100 എടുത്തിട്ട് തിരിച്ചു കൊടുത്ത്, അയാളുടെ കയ്യിൽ മെല്ലെ സീക്രറ്റായിട്ട് എടുത്ത് വെച്ചോ സാറേ എന്ന് പറഞ്ഞുള്ള രീതിയിൽ. അതായത് നമ്മൾ ഈ വാളയാർ പരമശിവൻ കയ്യിൽ കൊടുക്കില്ല, അതുപോലെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഓക്കെ എന്നൊക്കെ ഉള്ള രീതിയിൽ ഫുള്ള് യാത്രയായിരുന്നു. സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സീന്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഇന്നലത്തെ അവസ്ഥ. നല്ല കുറച്ച് സമയമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ബാംഗ്ലൂരിൽ ജീവിതം മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇത്രത്തോളം കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ എൻ്റെ വ്ളോഗ്സിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് എനിക്കറിയാം. സോ വീണ്ടും വ്ളോഗ്സ് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്, കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റിയിൽ. ഇത് എവിടുന്നൊക്കെ കയറി വരുന്നത്. ഇനി അടുത്ത വ്ളോഗിൽ ഞാൻ ഇതിൻ്റെ പ്യുവർ വ്യൂ വീഡിയോ മോഡ് കാണിച്ചു തരാം. അതിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഞാൻ എന്തുകൊണ്ടാണ് ശരിക്ക് ഒരുപാട് യൂട്യൂബേഴ്സും റിവ്യൂവേഴ്സും DJIയുടെ Action 5 Pro പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ഏറ്റവും ബെസ്റ്റ് സാധനം അതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് റിവ്യൂസും വീഡിയോസും ഒക്കെ കണ്ട് 3 മാസത്തോളം റിസർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ആക്ഷൻ ക്യാമറ വാങ്ങിച്ചിട്ടുള്ളത്, Insta360 എടുത്തിട്ടുള്ളത്. അതിൻ്റെ റീസൺസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞു തരേണ്ട ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. ഞാനിത് എടുക്കാൻ അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർ റീസൺസ് ഉണ്ട്. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ പറ്റുകയാണെങ്കിൽ നൈറ്റ് വ്ളോഗ്സും പിന്നെ ഇടയ്ക്ക് ഇവിടുന്ന് റൈഡൊക്കെ പോകാറുണ്ട്. ഒരു റൈഡ് പോയിട്ടുള്ളൂ. പിന്നെ ഇടയ്ക്ക് ചെറിയ ഷോർട്ട് നൈറ്റ് റൈഡ്സ് ഉണ്ടല്ലോ, ചായ കുടിക്കാനുള്ള റൈഡ് പോലത്തെ. അത് ഇവിടുത്തെ കുറേ ആൾക്കാരെ കണക്ഷൻസ് ഉണ്ട്, നമ്മളെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ഉണ്ട്. ഉമർജിത്ത് അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇടയ്ക്ക് നൈറ്റ് റൈഡ് പോകാറുണ്ട്. അങ്ങനത്തെ സമയത്ത് ഞാൻ നൈറ്റ് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോൾ ഓക്കെ, കാണാം. ഓക്കെ. ബാംഗ്ലൂരിൽ വരുമ്പോൾ ഇതുപോലെ കുറച്ച് പേരിങ്ങനെ കാണും കേട്ടോ. അത് നമ്മളെ ഫോളോവേഴ്സ് നമ്മളിങ്ങനെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും. അപ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് ഇതുപോലെ അങ്ങനെ മീറ്റ് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ തന്നെ ഒരുപാട് പേരെ മീറ്റ് ചെയ്ത് കഴിഞ്ഞു. അന്നൊന്നും പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുക്കാറൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് ഫോട്ടോ എടുത്ത് ചായ കുടിച്ചിട്ട് വിടും. ഇവിടെ നൈസാണ്, ഇടയ്ക്ക് നൈറ്റൊക്കെ ഉണ്ട് ഇറങ്ങും ചായ കുടിക്കാൻ. ഇവിടെ നെക്സസിൻ്റെ മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ പിന്നെ കപ്പിൾസ് ഏരിയ. നമുക്ക് എൻട്രി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രി ഉണ്ട്, വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കാനൊക്കെ പോവാം. പക്ഷേ നമ്മൾ ആ അത്തരക്കാരനല്ലല്ലോ, അതുകൊണ്ട് നമ്മളവിടെ ചെല്ലും, ഒരു ചായ കുടിക്കും. അവിടെ ഒരു സൈക്കിളിൽ ചായയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ വിൽക്കുന്നുണ്ടാവും ഒരാൾ, 2 ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ചായ കുടിച്ചിട്ട് ഇരിക്കും.
അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് പുറത്ത് വേറെ എവിടെയെങ്കിലും ഇങ്ങനെ നടക്കും. അതൊക്കെ തന്നെ ഇവിടുത്തെ വൈബ്, നൈറ്റ് വൈബ് അതൊക്കെയാണ്. പിന്നെ ഇത് കോർമംഗലം ഏരിയയാണ്. ഇവിടെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് പബ്ബും കാര്യങ്ങളൊക്കെ. നമ്മളെ ഏരിയ അല്ല ഇത്, ഫുള്ള് പബ്ബ്, പാട്ട്, കൂത്ത്. ഞാനിതുവരെ എൻ്റെ ലൈഫിൽ ഞാൻ പബ്ബിലൊന്നും കയറിയിട്ടില്ല. എനിക്ക് കയറാനുള്ളൊരു ത്വര അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അതൊന്നും ഇല്ല. സോ ഇങ്ങനെ ഉള്ള സംഭവങ്ങളും വെച്ച് ജീവിച്ചു പോകുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ ലൈഫ് പോകുന്നത്. ഇത് മടിവാളെത്തുന്നതിന് തൊട്ട് മുന്നുള്ള ജംഗ്ഷനാണ്. ഇവിടുന്ന് റൈറ്റിക്ക് എടുത്തിട്ട് സെൻറ്റ് ജോൺസിൻ്റെ ക്രോസ് റോഡ് വഴിയാണ് എനിക്ക് പോകേണ്ടത്. ഇവിടെ ഒരു നൈസ് സംഭവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം മാനുവൽ കൺട്രോളിൽ ഇവ കുറച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റുള്ള വണ്ടികളൊന്ന് കടത്തിവിടും. സ്ട്രെയിറ്റുള്ള വണ്ടികളെ കടത്തിയിട്ട് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് കുറ്റിയടിച്ച് നിൽക്കുക റൈറ്റിക്ക് പോകാനുള്ളവർക്ക്. റൈറ്റിലുള്ള അപ്പോഴും റെഡായിരിക്കും. എന്നിട്ട് റൈറ്റ് എടുത്ത് പോകുമ്പോൾ ആ റോഡിന് കയറി കഴിഞ്ഞാൽ ഒരു 0 to 80 അല്ലെങ്കിൽ ഒരു 0 to 90 അടിക്കാനുള്ളൊരു സ്കോപ്പ് ഉണ്ട്. ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്തോ കഷ്ടകാലത്തിന് റൈറ്റും കൂട്ടി അടിച്ചിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ജെറ്റ് അടിക്കൽ ഇവിടെ നടക്കില്ല. കാരണം ആൾറെഡി കുറച്ച് വണ്ടികൾ മുന്നോട്ട് പോയിട്ടുണ്ടാവും. ഓ നല്ല ടൈമിങ്. നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ പോവാം. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ജീവിച്ച് പോകുന്നത്. As we twirl in the magic of the cosmic light.